സമയം 5:16 ആയിരിക്കുകയാണ്. ക്ലബ് FM 90.3 ഹൃദയാണ് കൂടിയുള്ളത്. ഞാൻ മാത്രല്ല, ഈ ഒരു സമയത്ത് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അങ്ങ് UAE നിന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ. ആള് സംഭവം എന്താ പറയാ, UAE കസ്റ്റംസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ പാഷനായിട്ട് ആള് ഷോർട്ട് ഫിലിം ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് കാൻ വേൾഡ് ഫിലിം ഫെസ്റ്റിവലില് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ഇനിയിപ്പോ നമ്മൾ ഇത് അങ്ങോട്ട് ചോദിച്ചറിയാൻ വേണ്ടി പോണത്. ആളിത് എന്റെ കൂടെയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെഹബൂബ് വടക്കാഞ്ചേരിയാണ്. ഇപ്പോ ദുബായിലാണുള്ളത്. ദുബായ് കസ്റ്റംസിലെ സ്റ്റാഫാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിം മേഖലയിലുണ്ട്. ഇപ്പോ എന്റെ 8ാമത്തെ ഷോർട്ട് ഫിലിം ഒരു വലിയ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഈ കാൻസിൽ നടക്കുന്ന റിമംബറൻസ് ദ ഫ്യൂച്ചർ എന്ന വേൾഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ ഷോർട്ട് ഫിലിം ഡിസംബർ 2023 ബെസ്റ്റ് യങ് ആക്ടർ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിം 70 rupees ബെസ്റ്റ് സോഷ്യൽ ജസ്റ്റിസ് ലെവലില് കാറ്റഗറിയില് നമ്മൾ ഫൈനൽ ഏറ്റവും ടോപ്പിലെത്തി ബെസ്റ്റ് യങ് ആർട്ടിസ്റ്റ് അവാർഡാണ് നമുക്ക് കിട്ടിയത്. അഭിനയിച്ച ആള് നമ്മുടെ മകൻ കൂടിയാണല്ലേ? അതെ അതെ. അതിൽ വലിയൊരു നേട്ടമുണ്ട്. ആളാണ് അവാർഡ് നേടിയെടുത്തത്. സത്യം പറഞ്ഞാല് ഞാൻ ഓഡിഷൻ നടത്തി നോക്കിയപ്പോ മിക്ക കുട്ടികളും ഇവന്റെ ഏജുള്ള കാറ്റഗറി വന്നപ്പോ ആ കുട്ടികളിലൊക്കെ ഒരു ചെറിയ റിച്ച്നെസ് ഫീൽ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധാരണ ഗ്രാമത്തിലൊരു പയ്യനാണ് ആവശ്യം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിവിടെ പല സ്ഥലങ്ങളിലും കണ്ട ഈ വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് സിനിമാറ്റിക് ആക്കിയതാണ്. ഈ സിനിമ മുഴുവനായിട്ടും സംഭവിച്ചതല്ല, പക്ഷെ എന്റെ ഭാവനയിലൂടെ ഞാനത് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആക്കി മാറ്റിയതാണ്. പുറത്തിങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോ ഇരിക്കുമ്പോ ആ കടയിൽ ഒരു ആഫ്രിക്കൻ പെൺകുട്ടി ഒരു ഷവർമയ്ക്ക് ചെന്നിട്ട് അവിടെ അവള് ക്യാഷ് കൊടുത്ത് അവള് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പോ നമ്മുടെ ഇതിന്റെ ഓണർ ഇവളെ മൈൻഡ് ചെയ്യാതെ വരുന്ന ഇംഗ്ലീഷുകാർക്കും മറ്റുള്ള യൂറോപ്യൻസിനൊക്കെ സാധനം കൊടുക്കുമ്പോ ഈ കുട്ടി ഇങ്ങനെ മാറി നിൽക്കുക. ഞാൻ കുറെ നേരം ഇത് വാച്ചിനു. ഇവൾക്ക് ശേഷം വന്നവരൊക്കെ സാധനം വാങ്ങി പോവും. ഇവൾക്ക് ലാസ്റ്റ് ആണ് ഈ സാധനം കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും 5 മിനിറ്റും കൂടി അയാള് ആ ആഫ്രിക്കൻ പെൺകുട്ടിക്ക് അത് കൊടുത്തില്ലായിരുന്നു. ഞാൻ ചെന്ന് സംസാരിക്കുക എന്നുള്ള തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 70 rupeesലൊരു UAE ടച്ച് ഉണ്ടല്ലോ, പ്രൊഡ്യൂസർ ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അതെ. ഞാൻ ഈ സബ്ജക്ട് എന്റെ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ സബ്ജക്ട് അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല. ഈ അവഗണന എന്നുള്ളത് എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു കണ്ടന്റ് ആണ്. ഞാൻ ഇത് നിർമ്മിക്കുക എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന UAE പൗരനായിട്ടുള്ള ഖാലിദ് അൽ ജറൂണി എന്ന ഒരു ഗവൺമെന്റ് കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ആള് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നു. അതെ. 5 ദിവസം കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ യൂട്യൂബിൽ റിലീസ് ചെയ്യാന്ന് വെച്ച് ഇരിക്കുകയാണ്. അപ്പം ഓണത്തിന് ഇവരുടെ വക ഒരു എന്താ പറയുക, ഓണക്കോടി എന്ന് പറഞ്ഞ പോലെ യൂട്യൂബിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമും കൂടി നമുക്ക് തരികയാണ്. 70 rupees എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് മെഹബൂബ്. ഇതുപോലത്തെ ഷോർട്ട് ഫിലിം ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എന്തായാലും ആൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ട്രാക്ക് ഇത് വരുന്നുണ്ട്. ആൻഡ് കീപ് ലിസണിംഗ്. ക്ലബ് FM 90.3 കൂടെ തന്നെ കാണും ഞാൻ ഹൃദ്യ.